ഈയിടെയായി പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ പാമ്പുകടിയാണ്, ഹീറ്റ് സ്ട്രോക്കാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടി ഈയിടെയായി വളരെ കൂടുന്നത്? ഒന്ന്, കാലാവസ്ഥ തന്നെയാണ്. പാമ്പുകൾ ബേസിക്കലി എക്ടോതെർമിക് ഗണത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. ഈ എക്ടോതെർമിക് ജീവികൾക്കുള്ള പ്രത്യേകത, അവരവരുടെ ശരീരത്തിലെ ചൂട് ആക്ച്വലി നിയന്ത്രിക്കുന്നത് പുറത്തുനിന്ന് എടുത്തിട്ടാണ്. അവർക്ക് സ്വന്തമായി ചൂട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ശരീരം ചൂടാകുമ്പോൾ അവർ തണലുകൾ തേടിപ്പോകും. ചൂട് കൂടുന്നു, വേനൽ കടുക്കുന്നു. ഈ സമയത്ത് പാമ്പുകൾ ശരീരം തണുപ്പിക്കാനായി തണൽ തേടി നീങ്ങുന്നു. അങ്ങനെ പാമ്പുകൾ ഷെയ്ഡ് തേടി വരുന്നത് മൂലം പലപ്പോഴും ജനങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും ഇവ കയറി വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, വെള്ളത്തിൻ്റെ ലഭ്യത കുറവാകുമ്പോൾ മനുഷ്യനും പാമ്പും വെള്ളം തേടി ഏകദേശം ഒരേ സ്ഥലങ്ങളിൽ എത്തിച്ചേരും. ചൂട് കൂടുന്നതുകൊണ്ട് പലരും ജനാലകൾ തുറന്നിട്ട് കിടന്നുറങ്ങുന്നു. അതിലൂടെ പാമ്പുകൾ വീട്ടിനുള്ളിലേക്കും പ്രവേശിക്കാനും പുറത്ത് കിടന്നുറങ്ങുന്നവരെ ഈ പാമ്പുകൾ കടിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും കൂടെ ചെയ്യുന്നു. ഈ ഒരു ഫിനോമിനയാണ് ഈ വേനൽക്കാലത്ത് പാമ്പുകടി കൂടാനുള്ള ഒരു കാരണം. ഇനി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ വിഷപ്പാമ്പുകളെ കുറിച്ച് നോക്കാം. നമുക്ക് കാണുന്ന മെയിൻ വിഷപ്പാമ്പുകൾ 3 എണ്ണമാണ്. ഒന്ന്, മൂർക്കൻ അഥവാ സർപ്പം. 2, വെള്ളിക്കെട്ടൻ അഥവാ ക്രേറ്റ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ. 3, അണലി. ഈ 3 പാമ്പുകളുടെയും കടികളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ക്രേറ്റ് എന്ന് പറയുന്ന പാമ്പ് കടിച്ചാൽ റിയാക്ഷനുകൾ വളരെ കുറവാണ്. റിയാക്ഷൻ കുറയുന്നതായതുകൊണ്ട് തന്നെ ഇത് കടിച്ചു വന്നത് പലപ്പോഴും തിരിച്ചറിയാൻ പോലും പറ്റില്ല. കടിച്ച ഭാഗത്ത് ഫാങ് മാർക്ക് പോലും പലപ്പോഴും ഭൂതക്കണ്ണാടി ഉപയോഗിച്ചാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ അടുത്ത കാലത്ത് വായിച്ചു, കിടന്നുറങ്ങിയ കുട്ടികളെ പാമ്പ് ദംശിച്ചെന്നു. അത് വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ പാമ്പിനെ കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയത്. അതുകൊണ്ട് തന്നെ വെള്ളിക്കെട്ടൻ ഗണത്തിൽപ്പെടുന്ന പാമ്പ് കടിച്ചാൽ പലപ്പോഴും റിയാക്ഷൻ ഉണ്ടാവില്ല. കടിച്ച സ്ഥലം പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് മൂർഖനും അണലിയും കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ശക്തമായ റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഈ 3 പാമ്പുകളുടെയും വിഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നോക്കാം. ക്രേറ്റും മൂർഖനും ന്യൂറോടോക്സിക് ആണ്, ഞരമ്പുകളെയാണ് ബാധിക്കുക. അണലി ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ബാധിക്കുകയും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയി കോംപ്ലിക്കേറ്റ് ആവുകയും കിഡ്നി നിന്ന് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ടത്? 1, കടിയേറ്റയാളെ സമാധാനിപ്പിക്കുക, അയാളെ പാനിക്കാക്കാതിരിക്കുക, അയാൾക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കാതിരിക്കുക. 2, കടിച്ച ഭാഗം കീറാനോ മുറിക്കാനോ ശ്രമിക്കരുത്. ആ ഭാഗം ഹൃദയത്തിന് താഴെ വരുന്ന രീതിയിൽ വെക്കാൻ ശ്രമിക്കുക. അത് ഒരു എല്ലൊടിഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്പ്ലിൻറ്റ് ചെയ്യുന്നു അതേപോലെ സ്പ്ലിൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതിന് മുകളിൽ ടൂർണിക്കെ പോലെ വലിച്ചു കെട്ടാൻ ശ്രമിക്കരുത്. 3, വാ വെച്ചോ ബ്ലേഡ് വെച്ചോ അതിലുള്ള വിഷം വലിച്ചെടുക്കാൻ ഒരു ശ്രമം ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഈ രോഗിയെ ഏറ്റവും അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിനിടയിൽ നാടൻ ചികിത്സ, വിഷക്കല്ല് ചികിത്സ, കോഴി ചികിത്സ തുടങ്ങിയവയ്ക്ക് ശ്രമിക്കാതിരിക്കുക. പാമ്പ് കടിച്ചു എന്ന് കരുതി ഒരു ആശുപത്രിയും ആൻറ്റി സ്നേക്ക് വെനം സ്റ്റാർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് പേഷ്യൻറ്റിന് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കണമെങ്കിൽ ഈ എൻവിനമേഷൻ, വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ ആ പേഷ്യൻ്റ് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞതിൽ ഏത് 3 പാമ്പ് കടിച്ചാലും കൊടുക്കാൻ നമ്മുടെ കോമണായി ആൻറ്റി സ്നേക്ക് വെനമേ ഉള്ളൂ. അതുകൊണ്ട് പാമ്പിനെ പിടിക്കാൻ സമയം കളയാതിരിക്കുക. പാമ്പിനെ കണ്ട് തിരിച്ചറിഞ്ഞ് കൊടുക്കേണ്ട ഒരു ചികിത്സയല്ല ആൻറ്റി സ്നേക്ക് വെനം. വിഷമുണ്ടെങ്കിൽ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുക തന്നെ ചെയ്യും. അത് വിഷം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുക മാത്രമാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. ഏത് പാമ്പ് എന്ന് തിരിച്ചറിയേണ്ടത് ഡോക്ടർമാർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ചാൽ സമയം അമൂല്യമാണ്. ഏറ്റവും അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയ ഒരു ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക.